കൊരിന്തിയ ലേഖന പഠനത്തിന്റെ 8ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 8ാമത്തെ ഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 26ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിച്ച് മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യും. 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ പൗലോസ് പരാമർശിക്കുന്ന വിഷയം താഴ്ന്ന, സാമൂഹികമായി താഴ്ചയുള്ള ഉള്ളതിനെ ദൈവം തിരഞ്ഞെടുത്തു. God unexpected choice of the lowly in Corinth. കൊരിന്ത്യയിലുള്ള താഴ്ചയുള്ളതിനെ ദൈവം എന്ത് ചെയ്തു? അപ്രതീക്ഷിതമായി തിരഞ്ഞെടുത്തു. അതാണ് ഇവിടുത്തെ വിഷയം. പൗലോസ് അപ്പോസ്തലൻ ദൈവിക ജ്ഞാനത്തെയും ലൗകിക ജ്ഞാനത്തെയും കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ജീവിത സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. 26 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ പൗലോസ് തന്റെ 2ാമത്തെ ആർഗ്യുമെന്റ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. കൊരിന്ത്യ സഭയെ താൻ അഡ്രസ് ചെയ്യുമ്പോൾ അവരോട് മുൻപാകെ വെക്കുന്ന തന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അവരുടെ മതപരമായ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകജ്ഞാനം നിഷ്പ്രയോജനമാണ് എന്ന് അവരുടെ ജീവിതം തെളിയിച്ചിട്ടുണ്ട്. The wisdom of the world is ineffective in their religious experience. ലോകജ്ഞാനം അവർക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ട് ലൗകികമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസിയാകുന്നതിന് മുൻപുള്ള സാഹചര്യം, ആ ജീവിതം കൊണ്ടല്ല അവർ ഇപ്പോൾ ജീവനുള്ള ദൈവവുമായിട്ട് ഉണ്ടായിരിക്കുന്ന ബന്ധം അവർക്ക് ലഭിച്ചത് അവർക്ക് ലോകപരമായി ഉണ്ടായിരുന്ന ജ്ഞാന നിമിത്തമോ അവരുടെ മതവിശ്വാസ നിമിത്തമോ ആയിരുന്നില്ല. ഇപ്പോൾ അവർ ആയിരിക്കുന്ന ദൈവിക ബന്ധം, അതിൽ അവർ അവർ ഇപ്പോൾ സന്തോഷിക്കുന്ന ആ ദൈവിക ബന്ധം ദൈവം ദാനം ചെയ്തതാണ്. പൊതുവായി പറഞ്ഞാൽ കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ ലോകപ്രകാരം ജ്ഞാനികളായ അധികം ആളുകളില്ല. അവർ ക്ഷീണിതരും തിരസ്കരിക്കപ്പെട്ടവരും ബുദ്ധിഹീനരുമാണ്. foolish, weak and despised. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ക്രൂശിന്റെ വചനം, ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ വചനം. അത് മനുഷ്യ ജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു? ആബ്ലിട്രേറ്റ് ഓർ demolish human wisdom. അപ്പോൾ അവർ ഇന്ന് അനുഭവിക്കുന്ന privilege are God's people. ആ ദൈവജനം എന്ന സ്ഥാനത്തിന് വിരുദ്ധമായിട്ടാണ് അവർ ലോകജ്ഞാനത്തിൽ പുകഴുന്നു എങ്കിൽ അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺട്രഡിക്റ്റിംഗ് themselves. അവർ ലോകപ്രകാര ജ്ഞാനികളല്ല,
ലോകപ്രകാരമുള്ള ജ്ഞാനങ്ങളല്ല അവരെ മാറ്റം വരുത്തിയത്, ക്രൂശിന്റെ വചനമാണ്. അപ്പോൾ ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൽ ഇപ്പോൾ അവർ സന്തോഷിക്കുന്നുവെങ്കിൽ അവർ അവരുടെ ഇപ്പോഴത്തെ ഭാഗ്യകരമായ അവസ്ഥയെ നിഷേധിക്കുകയാണ്. പൗലോസ് പറയുന്നത്, കൊരിന്ത്യയിലെ സുവിശേഷം സ്വീകരിച്ച വിശ്വാസികൾ ലോകപ്രകാര ജ്ഞാനികളല്ലാത്തതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രഖ്യാപനവും പ്രസംഗവും ലോകപ്രകാരം ഉള്ള ജ്ഞാനമാകാൻ കഴിയുകയില്ല. ലോകപ്രകാരമുള്ള ജ്ഞാനമാണെങ്കിൽ അവർ ലോകപ്രകാര ജ്ഞാനികളല്ല. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ലോകപ്രകാരമുള്ള ജ്ഞാനം ഉപയോഗിക്കാൻ കഴിയുകയില്ല. Therefore, the proclamation of the gospel cannot be in the form of human wisdom. കാരണം അവർ ലോകപ്രകാര ജ്ഞാനികളല്ല. A church, church obsessed with reputation and honor, to such a place Paul write this letter. ആദരവും ബഹുമാനവും ഒക്കെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലായിരിക്കുന്ന ഒരു സഭയ്ക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പൊ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ കൊരിന്ത്യ സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളെയും അധിക്ഷേപിക്കുന്നത് പോലെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ലോകപ്രകാരം കുലീനന്മാരല്ല, ജ്ഞാനികളല്ല എന്ന്. പൗലോസ് അവരോട് പറയാ, most of you are nobodies. ചിന്തിച്ചു നോക്കിയേ, എന്നിരുന്നാൽ പോലും പൗലോസിന്റെ റൈറ്റിംഗ്സിൽ അവരെ അത് വേദനിപ്പിക്കാതിരിക്കേണ്ടതിന് സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ സഹോദരന്മാരും സഹോദരിമാരുമായുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം എഴുതുന്നത്. അപ്പോൾ താൻ ഈ പറയുന്നതിന് അവരെ ഇൻസൾട്ട് ചെയ്യാനല്ല, ഖനിക്കാനല്ല, മറിച്ച് അവന് അവരോടുള്ള സഹിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സഹിത്വം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനം എന്നും അവരെ പഠിപ്പിക്കുക. Christ is the wisdom of God for them. അതുകൊണ്ട് കൊരിന്ത്യയിലെ വിശ്വാസികൾ അവരുടെ മൂല്യം ലോകപ്രകാരമുള്ള ജ്ഞാനം നിമിത്തം അളക്കരുത്. കർത്താവ് അവർക്ക് ജ്ഞാനമായി തീർന്നിരിക്കുക, ദൈവത്തിന്റെ ജ്ഞാനമായി തീർന്നിരിക്കുക. ക്രൂശിന്റെ വചനം അവർക്ക് ദൈവിക ജ്ഞാനമായി ഇരിക്കയാൽ ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൽ അവർ ആശ്രയിക്കുകയോ പുകഴുകയോ ചെയ്യാൻ പാടില്ല. 26ാമത്തെ വാക്യം, For you see your calling, brethren. Do not many wise according to the flesh, not many mighty, not many noble are called. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഇവിടെ പറയാം വിളി. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ തിരഞ്ഞ്, ദ വേർഡ് ടു കോൾ, നിങ്ങളുടെ വിളിയെ. ആ വാചകം പറയുന്നത്
ഒരു വിരുന്നിനായുള്ള, പൊതുവായി ഒരു വിരുന്നിന് ക്ഷണിക്കുന്ന പോലെയുള്ള ഒരു ക്ഷണമാണ്. 11 കൊരിന്ത്യർ 10:27 അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുള്ളമ്പത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. ക്ഷണിക്കുകയാണ്, ആസ് എ കോൾ. ഇവിടെ പൗലുസ് പറയുമ്പോൾ കോൾ എന്ന് പറയുന്നത് ഇൻ ഹിസ് മൈൻഡ്, പൗലുസിന്റെ മനസ്സിലുള്ളത് സുവിശേഷത്തിനായിട്ടുള്ള വിളി, സുവിശേഷ നിമിത്തം രക്ഷയ്ക്കായിട്ടുള്ള വിളി. ആ വിളിയാണ് ഇവിടെ പറയുന്നത്. യവനാപരിഭാഷയായ പഴയ നിയമത്തിൽ ആ വാചകം വാക്കുപയോഗിക്കുമ്പോൾ ഒരു പദവി നൽകുന്നത്, ഗ്രാന്റിങ് എ റോൾ ഓർ എ ടാസ്ക് ബൈ ഗാഡ്, ദൈവം നിയോഗിക്കുന്ന ഒരു പ്രയത്നത്തിനോ ഒരു പദവിക്കോ വേണ്ടി വിളിക്കുന്നത്. സൈറസ്, പേർഷ്യയിലെ പ്രഭുവായ സൈറസ് ദൈവത്തിന്റെ ഏജന്റ് ആയിരുന്നു. ആസ് എ ഗാഡ്സ് ഏജന്റ്, ഗാഡ് കോൾഡ് ഹിം ഗാഡ്സ് ഏജന്റ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജാതികൾക്ക് വെളിച്ചമായിരിക്കേണ്ടതിന് ദൈവം വിളിച്ചവർ. That's a call to be the light of the Gentiles. അതേ അർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ അപ്പോസ്തലനായുള്ള വിളി, call to apostleship, granting him a specific task. ദൈവം പ്രത്യേകമായി തനിക്കൊരു ശുശ്രൂഷ നൽകുകയാണ്. അപ്പോസ്തലത്വം, അപ്പോസ്തലനായി ദൈവം വിളിച്ചു. ആ വിളിയെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നു. ത്രൂ ഔട്ട് ദ ലെറ്റർ, ഈ ലെറ്റർ മുഴുവനായും കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവ മക്കൾ എന്ന പ്രത്യേക ഐഡന്റിറ്റി, വിശുദ്ധ ജനം എന്ന ഐഡന്റിറ്റി, വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന ഐഡന്റിറ്റി, ദൈവത്തിന്റെ ജനം എന്ന ഐഡന്റിറ്റി അവർക്ക് ലഭിച്ചത് സുവിശേഷത്താൽ ഉള്ള വിളി നിമിത്തമാണ്. അതോ ദൈവത്തിന്റെ ജനമായി ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ കൊരിന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും കോമണേഴ്സാണ്, സാധാരണക്കാരാണ്. plebeians or commoners. അതെന്ന് പറയുന്നത് ഇലീറ്റ്, സുന്നതിയിലുള്ളവരെ, സ്വാധീനമുള്ളവർക്കും നേരെ വിപരീതമായിട്ടുള്ളവരാണ്. They're not the people of influence or from the society of elite. ആ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ പ്രസംഗം മാനുഷിക ജ്ഞാനത്താൽ പ്രസന്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സുവിശേഷ പ്രസംഗം അഥവാ സുവിശേഷം മാനുഷിക ജ്ഞാനമായിരുന്നു എങ്കിൽ കൊരിന്ത്യയിലെ സാധാരണക്കാരായ ആളായിരിക്കുകയില്ല, മറിച്ച് സമൂഹത്തിന്റെ ഉന്നതിയിലും സ്വാധീനമുള്ളവരുമായ ശ്രേഷ്ഠരായ വ്യക്തികൾ അതിൻ്റെ അനുഭാവികളും ശിഷ്യഗണങ്ങളുമായ യവന തത്വചിന്തകന്മാരുടെ ശിഷ്യഗണങ്ങൾ സാധാരണക്കാരായിരുന്നില്ല, സ്വാധീനമുള്ളവരായി. അപ്പോൾ ആ ഒരു സ്വാധീനം ആ സൊസൈറ്റിയിൽ ഉണ്ടായേനെ. അതുണ്ടാകാത്തത് കൊണ്ട് സുവിശേഷം ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല. അതോടൊപ്പം തന്നെ കൊരിന്ത്യയിലെ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ്, ഇൻഫ്ലുവൻഷ്യൽ, പവർഫുൾ or politically
പവർഫുൾ. രാഷ്ട്രീയമായി സ്വാധീനമുള്ളവരും വിദ്യാസമ്പന്നരുമായിരുന്നില്ല. അതോടെ തന്നെ നോബിൾ ബർത്ത്, ശ്രേഷ്ഠമായ ജനനം ഉള്ളവരുമായിരുന്നില്ല. സോഷ്യൽ സ്റ്റാൻഡിങ് ത്രൂ ബ്രീഡിങ്, അതാണ് അതിന്റെ അർത്ഥം. നോബിൾ ബർത്ത് എന്ന് പറഞ്ഞാൽ എ സോഷ്യൽ സ്റ്റാൻഡിങ്, ഹാവിങ് എ സോഷ്യൽ സ്റ്റാൻഡിങ് ത്രൂ ബ്രീഡിങ്. പൗലോസ് പറയുന്നുണ്ട്, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, that gives him a social standing among the Jews. He was a Roman citizen by birth. That's a noble birth according to the standard. കൊരിന്ത്യയിലെ വിശ്വാസികളിൽ അങ്ങനെയുള്ളവരായിരുന്നില്ല. എന്നാൽ കൊരിന്ത്യയിലെ ചില വിശ്വാസികൾ അങ്ങനെയുള്ളവരായിരുന്നിരിക്കണം. There were influential people in the church of Corinth. അത് സത്യമാണ്, അതിനെ നിഷേധിക്കുന്നില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ സ്വാധീനമുള്ളവരായിരുന്നില്ല. ക്രിസ്തസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓഫീസ് ഹോൾഡർ ആയിരുന്നു സ്റ്റെഫാനസ്, ക്ലോയി, അവരൊക്കെ പൗലോസിന് സേവനം ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. capable of serving Paul and his companion Gaius, Titus, Justus, Aquila and Priscilla, Phoebe, Eratus, Stephanus, all ആളുകളൊക്കെ സമൂഹത്തിൽ സ്വാധീനമുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അതുകൊണ്ട് ചിന്തകനായ വിദർഥൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രം പറഞ്ഞിങ്ങനെയാണ്, സാമൂഹിക ലെവൽ പരിശോധിക്കുമ്പോൾ കൊരിന്ത്യ വിശ്വാസികളിൽ പാവപ്പെട്ടവനും സമൂഹത്തിന് ഉന്നതിയിലുള്ളവനും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായി കഴിയും. എന്നാൽ ബഹുഭൂരിപക്ഷവും ആ സമൂഹത്തിലെ പൊളിറ്റിക്കലി സ്വാധീനമുള്ളവരോ ജന്മം കൊണ്ട് വലിയ ശ്രേഷ്ഠ കുടുംബത്തിൽ പിറന്നവരോ രാഷ്ട്രീയമായി സ്വാധീനമുള്ളവരോ ഒന്നുമായിരുന്നില്ല. സാധാരണക്കാരായിരുന്നു, കോമണർ, ഫ്ലീബിയൻസ്. 27-28 വാക്യങ്ങൾ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. God has chosen the foolish things of the world to put to shame the wise. God has chosen the weak things of the world to put to shame the things which are mighty. And the base thing of the world and the things which are despised, God has chosen. And the things which are not, to bring to nothing the things that are. Classically, ശ്രേഷ്ഠമായ ഭാഷ കൊണ്ട് പൗലോസ് ഇവിടെ യാഥാർത്ഥ്യത്തെ നമുക്ക് വരച്ചു കാണിക്കുക. വളരെ എംഫാറ്റിക്കലി, വളരെ വ്യക്തമായി തന്നെ പൗലോസ് പറയുകയാണ്, ദൈവം ലോകജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് കൊരിന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകൾ ശ്രേഷ്ഠരും കുലീനന്മാരുമായിരുന്നില്ല. ബലമില്ലാത്തതും ഭോഷത്വമായതും നികൃഷ്ടമായതും
കുലഹീനവുമായതിനെ തിരഞ്ഞെടുത്തു. God has chosen foolish thing, ഭോഷത്വമായി തിരഞ്ഞെടുത്തു. To shame the wise. അവിടെ യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മോറ എന്നാണ്. മോറ ഫ്രം ആ വാക്കിൽ നിന്നാണ് മോറോൺ എന്ന ഇംഗ്ലീഷ് വാക്ക് കിട്ടുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഗ്രഹിപ്പാൻ മാന്ദ്യതയുള്ളവൻ, ഡൾ ഓഫ് ഹിയറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, മെന്റലി പാസീവ്, ഒരു വസ്തുത ക്രിയാത്മകമായി ഗ്രഹിക്കാത്തവൻ, നോൺ സെൻസിക്കൽ, സുബോധമില്ലാത്തവൻ, സെൻസ് ഇല്ലാത്തവൻ, ബ്രെയിൻലെസ് എന്നൊക്കെ എൻ്റെ അർത്ഥം. ബ്രെയിൻലെസ്, തലച്ചോറില്ലാത്തവൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. മോറ, foolish things. God has chosen foolish things. എന്തിനാ? To shame the wise. ലോകപ്രകാരം ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന്. രണ്ടാമത്തെ കാര്യം, weak things. To shame the mighty. Might. Asthenes. Asthenes. That's a Greek word. Meaning weak, sick, helpless, unimpressive. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രോഗിയായിരിക്കുന്നവൻ, ബലമില്ലാത്തവൻ, സഹായം ആവശ്യമുള്ളവൻ, ഹെൽപ്ലെസ്, വലിയ സ്വാധീനമില്ലാത്തവൻ, നോക്കിയാൽ ഇംപ്രസീവ് അല്ലാത്തവൻ. എന്തിനാണെന്നറിയാമോ അങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുത്ത്? ടു ഷെയിം ദ മൈൻഡ്. 3, ഡിസ്പൈസ്ഡ് തിങ്സ്. നികഷ്ടമായതിനെ തിരഞ്ഞെടുത്ത്. എന്തിനാണെന്നറിയാമോ? ദ നള്ളിഫൈഡ് തിങ്സ് വിച്ച് ആർ, ദാറ്റ് ഈസ് നോബിൾ. കുലീനമായതിനെ, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തതിന്, കുലീനമായതിനെ ഇല്ലാതാക്കേണ്ടതിനാണ് കുലഹീനമായതിനെ തിരഞ്ഞെടുത്തത്. ഡിസ്പൈസ് തിങ് എന്ന് പറഞ്ഞ യവന ഭാഷയിൽ മീനിങ് ടു ഡിസ്പൈസ്. exotheno, meaning to despise, to treat with contempt, to regard as nothing. Despise thing എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തത്, നികഷ്ടമായത്. നമുക്കൊരു നികഷ്ട ജന്തുക്കളെന്നൊക്കെ വിളിക്കാം. സോ കണ്ടംപ്ച്വസ്, അത്രമാത്രം കണ്ടംപ്റ്റ് നിറഞ്ഞതാണ് ആ പ്രയോഗം. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് ദൈവം എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുലീനമായതിനെ ഇല്ലാതാക്കുവാൻ, ബലമുള്ളതിനെ ഇല്ലാതാക്കുവാൻ, ജ്ഞാനിയെ ഇല്ലാതാക്കുവാൻ ദൈവം ഇതിനെയൊക്കെ തിരഞ്ഞെടുത്തു. അത് സാധാരണ പ്രതീക്ഷിക്കാത്തതാണ്. ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പരിശോധിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ വാക്യങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഡെലിബറേറ്റ് sovereign act of God, സർവാധികാരിയായ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ മറ്റ് സ്വാധീനങ്ങൾ ഒന്നും കൂടാതെ മനുഷ്യനെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? വരച്ചു കാട്ടിത്തരുന്നത്. that give us an understanding, an impression that God sovereignly has chosen us. സർവാധികാരിയായ ദൈവം
നമ്മെ തൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു. ഇറ്റ്സ് എ സോവറിൻ ആക്ഷൻ ഓഫ് ഗാഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ വിളി. നമ്മൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല. നോട്ട് ബിക്കോസ് വി ആർ സോ ഇംപ്രസീവ്. Therefore God called us. No, such a notion is not in the word of God. ദൈവവചനത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. Because I am great, because you are great, that God has chosen you. No, such things are not biblical. God has chosen us as His deliberate sovereign action. അത് നാം നിഷേധിച്ച് കളയരുത്. കൊരിന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക്, സ്വാഭാവികമായ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ദൈവം ഇങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുത്തത്. ഇസ്രായേലിനെ, ഒരു ചെറിയ രാഷ്ട്രമായി ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതും അങ്ങനെ തന്നെയാണ്. ആവർത്തന പുസ്തകം 7:7 ഇങ്ങനെ പറയുന്നത്, The Lord your God chose you out of all the people who are on the face of the earth. It was not because you were more numerous than any other people. മറ്റ് ജനങ്ങളെ, ലോകഭൂമുഖത്തുള്ള മറ്റ് രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ വലിയ ഒരു രാഷ്ട്രമായതുകൊണ്ടല്ല ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. That election, that calling was unexpected. God's sovereign action. ഇതാണ് ദൈവിക രക്ഷയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ പാറ്റേൺ ദർശിപ്പാനായി കഴിയും. God has chosen unimpressive, foolish things of this world to confront the wise and impressive things of this world. From Genesis, ഉൽപ്പത്തി പുസ്തകം മുതൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവം ചിലപ്പോഴും God bypasses privileged, ലോകപ്രകാരം privileged ആയതിനെയൊക്കെ ദൈവം എന്ത് ചെയ്യുന്ന ബൈപ്പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. ചില സമയത്ത് ദൈവം ഏകജാതനെ എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു. അവിടെ മറ്റ് ആരും പ്രതീക്ഷിക്കാത്ത ആളെ ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അത് കൊരിന്ത്യയിലും അത് തന്നെ പിന്തുടരുകയാണ്. മത്തായി സുവിശേഷം 11:25 കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. The truth he revealed to his disciples. Those disciples were not elite in the society. ആ സമൂഹത്തിലെ അതിശ്രേഷ്ഠന്മാരായ ആളുകളായിരുന്നില്ല. അധികാരമോ പദവിയോ സ്വാധീനമോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. വിദ്യാഹീനരായിരുന്നു എന്നല്ല, സാധാരണക്കാരായിരുന്നു. മതപരമായി മതാധ്യക്ഷന്മാരായിരുന്നില്ല. മതപരമായ സ്കൂളുകളിൽ, അംഗീകരിക്കപ്പെട്ട സ്കൂളുകളിൽ പഠനം ലഭിച്ചവരായിരുന്നില്ല അവർ. റബിമാരുടെ സ്കൂളുകളിൽ വേദ അധ്യയനം നടത്തിയവരായിരുന്നില്ല. റോമാ അധികാരത്തിന്റെ കീഴിൽ അധികാരത്തിൽ പങ്കാളിയായിരുന്നവരായിരുന്നില്ല. അവരെയാണ് ദൈവം എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. ദൈവം ഒരുത്തനെ ലജ്ജിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ലൂസിങ് ഫേസ് ഓർ റെപ്യൂട്ടേഷൻ. ഒരു മനുഷ്യനുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നതല്ല. അത് റോമ സംസ്കാരത്തിൽ ഒരുത്തനെ ലജ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ബഹുമാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവനുണ്ടായിരുന്ന ആദരം അതില്ലാതെയാകുക എന്നുള്ളതാണ്. ഇവിടെ ഷെയ്മിങ് എന്ന് പറയുന്നത്, ലജ്ജിപ്പിക്കുക എന്ന് പറയുന്നത് is not an immediate act of God. Rather,
In a sense, they will be condemned by God in the judgment. ന്യായവിസ്താരത്തിങ്കൽ ദൈവം അവരെ ന്യായം വിധിക്കും. That's why they're going to be on shame. സുവിശേഷത്തെ നിഷേധിക്കുന്ന എല്ലാവരും ലജ്ജിക്കപ്പെടും. മതപരമായ ആചാരങ്ങളിൽ ആചാരങ്ങൾക്ക് ജീവിതത്തെ സമർപ്പിച്ച് അതിൽ സന്തോഷിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെയും വിഗ്രഹ സേവ ചെയ്യുന്ന സകല മനുഷ്യരും ലജ്ജിക്കും ദൈവത്തിന്റെ ന്യായവിസ്താര ദിവസത്തിങ്കൽ. അവരുടെ ജ്ഞാനത്തിന് അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവരുടെ മതവിശ്വാസങ്ങൾക്ക് അവർക്ക് ദൈവിക ന്യായവിധിയിൽ നിന്ന് വിടുതൽ കൊടുപ്പാൻ കഴിയുകയില്ല. നിഷ്പ്രയോജനമാണ്. ഇന്ന് ഒരുപക്ഷെ അതൊക്കെ അവർക്ക് ധനമുണ്ടാക്കുവാനുള്ള മാർഗങ്ങളായിരുന്നേക്കാം. ദൈവങ്ങളുടെ പേരിൽ ധനമുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ അത് സാധ്യമാണ്. പക്ഷെ അന്ന് ലജ്ജിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവമല്ലാത്തതിനെ ഭജിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ദൈവ മക്കളാണെന്ന് ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാനുള്ള ഒരു ആഹ്വാനം ഞാൻ നിങ്ങൾക്ക് നൽകുക. ദൈവം പ്രവാചകന്മാരും സങ്കീർത്തനക്കാരുമൊക്കെ പറയുന്നുണ്ട്, ദൈവം നീതിമാന്മാരെ വിൻഡിക്കേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അൺറൈച്ചസ് ആയ ആളുകളെ ലജ്ജയിലും എത്തിക്കും എന്ന്. യെശയ്യാ 41:10 നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ദൈവത്തോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും അമ്പരന്ന് പോകും. അവരാർക്കും അവനോട് വിവാദിക്കുവാൻ കഴിയുകയില്ല. കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവർ ലജ്ജിച്ചു പോകുന്നത് പോലെ ഇസ്രായേൽ ഗ്രഹം ലജ്ജിച്ചു പോകും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തന്നെ. യിരെമ്യാ പ്രവചനത്തിലാണ് പറയുന്നത്, ദൈവത്തെ ത്യജിച്ചിട്ട് വിഗ്രഹത്തിനെയും മറ്റു രാഷ്ട്രങ്ങളുടെയും പുറകെ, ദൈവാശ്രയം വിട്ടിട്ട് മറ്റു രാഷ്ട്രങ്ങളുടെയും പുറകെ പോകുന്നവർ, ഒരുവൻ കള്ളനെ പിടിക്കുമ്പോൾ കള്ളൻ ലജ്ജിക്കപ്പെടുന്നത് പോലെ ദൈവം അവരുടെ ഇടയിൽ ന്യായം വിധിക്കുമ്പോൾ അവർ ലജ്ജിച്ചു പോകും എന്ന്. അതിൽ രാജാക്കന്മാർ വരും, പ്രഭുക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഇന്നും അന്യമല്ലത്. നമ്മുടെ ഇടയിലെ കള്ളോപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും കള്ളയപ്പോസ്തലന്മാരും ഒക്കെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ലജ്ജിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുലഹീനമായ കാര്യം, ഡിസ്പൈസിങ്, നികൃഷ്ടമായ കാര്യം എന്ന് പറയുന്നത് ജനന നിമിത്തം ലോ ബോൺ എന്നാണ്. വെൽ ബോൺ, നോബിൾ കുടുംബങ്ങളിൽ ജനിച്ചവർക്ക് വിപരീതമായി കുലീനമല്ലാത്ത ഗ്രഹങ്ങളിൽ ജനിച്ചവർ, സാമൂഹികമായ ഹൈറാർക്കിയിൽ ഏറ്റവും താഴത്തെ നിലയിലുള്ളവരാണ് ലോബോൺ എന്ന് പറയും. ഉന്നത കുലജാതന്മാർ ആ ഏണിയുടെ ഏറ്റവും തലപ്പത്തായിരിക്കുമ്പോൾ ഹീനകുലജാതന്മാർ ആ ഏണിയുടെ ഏറ്റവും താഴത്തതാണ്, ദ ബോട്ടം സ്റ്റെപ്പ്. ഈയിടയ്ക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ശൂദ്രന്മാർ മറ്റുള്ളവർക്ക് സേവ ചെയ്യണം എന്ന്.
പിൽക്കാലം അദ്ദേഹം പിന്നെ അത് പ്രസ്താവന പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിനാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. മനുഷ്യനെ നികൃഷ്ടരായി കാണുകയാണ്. എന്നാൽ ദൈവം മനുഷ്യന്റെ സകല ജ്ഞാനത്തിനും വിപരീതമായി കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. He preferred nobodies over somebodies. That's what his preference. God has chosen nobodies according to the standard of the world over somebodies according to the standard of the world. ഈ ലോകപ്രകാരം തങ്ങൾ ചിലരാണെന്ന് ധരിച്ചിരുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകപ്രകാരം ഒന്നുമല്ലാതിരുന്നവരെ ദൈവം തിരഞ്ഞെടുത്തു. What a wonderful, gracious calling of God. ദൈവത്തിന്റെ ക്രൂശിന്റെ വചനം, ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിലെ വ്യവസ്ഥിതികളെ കീഴ്മേൽ മറിക്കുകയാണ്. ലോകവ്യവസ്ഥിതി ഈ കുലീനന്മാരും ശ്രേഷ്ഠന്മാരും എന്ന ഹൈറാർക്കിയൽ സ്ട്രക്ചറിനെ പുണർന്ന് അതിനെ ആശ്ലേഷിച്ച് മുൻപോട്ട് പോകുമ്പോൾ സുവിശേഷം നേരെ തിരിച്ച് ലോകത്തിൽ നിഷേധിക്കപ്പെട്ടവരെ തിരഞ്ഞെടുത്തുകൊണ്ട് വരുവാനുള്ള ദിനത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതികൾ. ഈ ഉന്നത കുലജാതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ പ്രിവിലേജുകളും അവരനുഭവിക്കുന്ന സാമൂഹികമായ ഒരു വസ്തുതകൾക്കും, അവിടെ സ്കൂളിങ്ങോ അവിടെ ജ്ഞാനമോ അവിടെ വിദ്യാഭ്യാസം ഒന്നും തന്നെ ദൈവം അവരെ ലജ്ജിപ്പിക്കുന്ന ദിനത്തിൽ അവരെ സഹായിക്കുകയില്ല. So that they will be nullified. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തു. Bringing them to nothing. ഒന്നുമില്ലായ്മയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. Signal the final destruction. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. The last enemy to be destroyed is death. The same way they will be brought to nothing. ഒരു ജഡവും ദൈവം മുൻപാകെ പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനും ദൈവം മുൻപാകെ അവന്റെ ശ്രേഷ്ഠതയിൽ പ്രശംസിക്കരുത്. അവന് ലയിക്കുന്ന ലോകപ്രകാരമുള്ള ശ്രേഷ്ഠതകൾ ഇല്ലെങ്കിൽ അതിൽ വിഷണ്ണനാകാനും പാടില്ല. അവന്റെ അവസ്ഥ ഏതവസ്ഥയിൽ ദൈവം ആയിരുന്നപ്പോൾ ദൈവം അവനെ വിളിച്ചുവോ ആ അവസ്ഥ അവൻ മാറ്റേണ്ടതില്ല, ദൈവത്തെ സേവിക്കേണ്ടതില്ല. അത് സുവിശേഷം നൽകുന്ന സത്യമാണ്. അതിനെ മുറുകെ പിടിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകപ്രകാരം ഭോഷത്വമായതിനെയും ബലഹീനമായതിനെയും കുലഹീനമായതിനെയും തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ലോകപ്രകാരം ശ്രേഷ്ഠന്മാരായ ആളുകളെ ഇല്ലായ്മ ചെയ്യേണ്ടതിനാണ്. മനുഷ്യന്റെ പ്രശംസയ്ക്ക് യാതൊരിടവും നൽകാതിരിക്കേണ്ടതിനാണ്. There will be no place for human boasting. ദൈവം എന്ത് ചെയ്യുന്ന സമയത്ത് ഫൂളിഷ് ആയ ആളുകളെ തിരഞ്ഞെടുത്തത് കൊണ്ട് the rich or the wise, no one can sing before the presence of God over his own success.
തന്റെ വിജയം തന്റെ പ്രയത്നം കൊണ്ടാണെന്ന് അവകാശപ്പെടുവാൻ ഒരുത്തനും കഴിയില്ല. അതിന് ദൈവം അവസരം കൊടുക്കുകയില്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കും. Thank God that God has chosen us. മുപ്പതാമത്തെ വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. കൊരിന്ത്യയിലെ വിശ്വാസികൾ ക്രിസ്തുവേശുവിലാണ്. They are in Christ. ദൈവത്തിനാണ് എല്ലാ പ്രശംസയും പുകഴ്ചയും ആരാധനയും അർപ്പിക്കേണ്ടത്. All praises to be deserved to God. No man should take praises for what God does. ദൈവം ചെയ്യുന്നതിന് ഒരു മനുഷ്യനും പ്രശംസയെടുപ്പാൻ പാടില്ല. യേശുക്രിസ്തു മുഖാന്തരമാണ് കൊരിന്ത്യയിലെ വിശ്വാസികൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നത്. ദൈവം മുഖാന്തരമാണ് അവർ ക്രിസ്തുവേശുവിലായിരിക്കുന്നത്. അവനിലായിരിക്കൊണ്ട് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് ദൈവം മുൻപാകെ നിൽക്കുന്നത് അവർ ക്രിസ്തുവേശുവിലായിരിക്കുന്ന നിമിത്തമാണ്. ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ജനമായിരിക്കൊണ്ട് അവർ ക്രിസ്തുവേശുവിനോട് ചേർന്നിരിക്കൊണ്ട് ആ ശരീരത്തിൽ അംശയായിരിക്കൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്. ഇവിടെ 4 നാമപദങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് വിസ്ഡം, ജ്ഞാനം, നീതി, റൈച്ചസ്നസ്, ഹോളിനെസ്, ശുദ്ധീകരണം, ദെൻ റിഡംഷൻ, വീണ്ടെടുപ്പ്. അവൻ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് ജ്ഞാനം, അവനാണ് അവരുടെ നീതി, അവനാണ് അവരുടെ ശുദ്ധീകരണം, അവനാണ് അവരുടെ വീണ്ടെടുപ്പ്. That's the 4 things now are mentioned here. ഈ 4 സ്വഭാവങ്ങളും ക്രിസ്തുയേശുവിൽ നിന്ന് അവർക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളാണ്. അത് ലഭിച്ചിരിക്കുന്നത് അത് ക്രിസ്തുയേശുവിൽ അവർ അംഗമായിരിക്കുന്നത്. They are in Christ, therefore those are imparted to them. ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും അവർക്കായി തീർന്നത് അവർ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചത് കൊണ്ടും ക്രൂശിന്റെ വചനത്തെ സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ്. അത് ക്രൂശിന്റെ വചനത്താലാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ, ആ ക്രൂശിന്റെ വചനത്താൽ അവർക്ക് രക്ഷ ലഭിച്ചുവെങ്കിൽ, അവരുടെ നീതിക്ക് കാരണമായി തീർന്നുവെങ്കിൽ, വീണ്ടെടുപ്പ് കാരണമായി തീർന്നുവെങ്കിൽ, ശുദ്ധീകരണത്തിന് കാരണമായി തീർന്നെങ്കിൽ, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല അവരുടെ ജീവിതത്തിൽ. അതാണ് പൗലോസ് അവരെ പഠിപ്പിക്കുന്നത്. They should have the wisdom of the world has nothing to do with their life. അവർക്ക് ജ്ഞാനം കൊടുത്ത ലോക ജ്ഞാനമല്ല. അപ്പോൾ അതിനെ
നാം കർത്താവ് നമുക്ക് നീതിയായി തീർന്നിരിക്കൊണ്ട് speaks of our justification. At present, it is sanctification. We are on the process of sanctification. And the redemption, the finality is our glorification. ആത്യന്തികമായും നമ്മളുടെ മഹുദ്ധീകരണം. That's why we will be glorified. അത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. നീതീകരണം എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് ലോ ഓഫ് കോർട്ടില്, നിയമ കോടതികളിൽ ഒരു മനുഷ്യനെ വിൻഡിക്കേറ്റ് ചെയ്യുകയും അവനെ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. ഹോളിനെസ് എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവൻ. അത് നമ്മുടെ ഓർമ്മ വരുന്നത് ദേവാലയവും ദേവാലയത്തിലെ വസ്തുക്കളും ഒക്കെ ദൈവത്തിന് വിശുദ്ധമായിരുന്നു. അത് വേർതിരിക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കോടതിയിൽ ദൈവം നമ്മളെ കുറ്റവിമുക്തരാക്കിയവരാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. In a presently we are separated for God. In future എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും വീണ്ടെടുപ്പിന്റെ പര്യസമാപ്തിയിലേക്ക് അടുക്കപ്പെടും. The finality of our endowment, രക്ഷയുടെ ആത്യന്തിക അനുഭവം നമുക്ക് ലഭിക്കാനുമിടയായി. യേശുക്രിസ്തുവാണ് നമ്മുടെ നീതി, യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം. അതുകൊണ്ട് നാം ലോകപ്രകാരം ജ്ഞാനികളായാലും അല്ലെങ്കിലും അതിൽ പുകഴേണ്ട ആവശ്യമില്ല. Christ is true wisdom. He is the Logos, the revealer in whom dwells the fullness of Godhead. ദൈവം ദേഹരൂപത്തിൽ ക്രിസ്തുയേശുവിൽ വസിച്ചു. He is the true wisdom, ശരിയായ ജ്ഞാനം. കർത്താവായ യേശുക്രിസ്തുവിനോട് യോജിച്ചിരിക്കൊണ്ട് വിശ്വാസികളും ക്രിസ്തുയേശുവിന്റെ ജ്ഞാനത്തിൽ പങ്കാളിയാകുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക പരിജ്ഞാനം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ടതാണ്. That's why he is our wisdom. രണ്ട്, അവൻ നമ്മുടെ നീതിയാണ്. Satisfy the demand of the law, rule of justification. നീതീകരിക്കുന്നതിന്റെ ആധാരം അതാണ്. നാം സ്വാഭാവികമായി നീതിമാന്മാരല്ല, പാപികളാണ്. ക്രിസ്തുവേശുള്ള വിശ്വാസ നിമിത്തം ക്രിസ്തുവിന്റെ നീതി നമ്മളിൽ ചുമത്തി നമ്മെ നീതിമാന്മാരായി ദൈവം കാണുകയാണ്. സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ holiness satisfy the duty of the law. അത് ന്യായപ്രമാണത്തിന്റെ ധർമ്മമാണ് ശുദ്ധീകരണം എന്ന് പറയും.
കർത്താവാണ് നമ്മുടെ നീതിയും നമ്മുടെ ശുദ്ധീകരണവും. He is our righteousness because by his obedience and his death he has fully satisfied the justice demands of the law. ദൈവിക ന്യായപ്രമാണത്തിന്റെ ദൈവിക നീതി സകലതും നിവർത്തിച്ചു തന്റെ അനുസരണത്താൽ, ക്രൂശുമരണത്താൽ. So he is our righteousness. നാം ദൈവത്തിന്റെ മുൻപാകെ ന്യായവിസ്താര സഭയിൽ നിൽക്കുമ്പോൾ നാം ലജ്ജിക്കേണ്ടി വരികയില്ല. കാരണം ക്രിസ്തു നമ്മുടെ നീതിയായിരിക്കൊണ്ട്. He answers for us. അതാണ് അവിടെ പറയുന്നത്. 3, സാങ്ക്ടിഫിക്കേഷൻ. അവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. All people of God, എല്ലാ വിശ്വാസികളിലും. It's called a spirit of holiness. വിശുദ്ധിയുടെ ആത്മാവെന്നാണ് അതിനെ വിളിക്കുന്നത്. ആ വിശുദ്ധിയുടെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. Transforming us into his image from glory to glory. അവന്റെ രൂപത്തോട് അനുരൂപരാകേണ്ടതിന് നമ്മളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മൂലമാണ് ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നത്. ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആത്മഫലം ഉണ്ടാകുകയില്ല. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് പൗലോസ് പറയുന്നതാണ്, പ്രാർത്ഥിക്കുകയാണ് എഫെസസിലെ വിശ്വാസികൾക്ക് വേണ്ടി. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയുന്നവൻ. നാം ചോദിക്കുന്നതിനും വിചാരിക്കുന്നതും നനയ്ക്കുന്നതിനുപരിയായി നമുക്ക് വന്ന ഭൗതിക കാര്യങ്ങളെ കുറിച്ചല്ല. എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ആ ആഗ്രഹങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ചോദിക്കുന്നതും നനയ്ക്കുന്നതും ഒന്നും ഭൗതികമായ വസ്തുക്കളോടുള്ള ബന്ധമേ അല്ല. ആത്മീകമായി നമുക്ക് കാണുവാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ ആത്മീക വളർച്ച നമ്മളിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണത്. അതുകൊണ്ടാണ് അതിനെ എങ്ങനെ പറയുന്നത്, ചോദിക്കുന്നത് നനയ്ക്കുന്നത്. നമ്മളിലാണ് പ്രവർത്തിക്കുന്നത്. വർക്ക് ഇൻ അവർ ഹാർട്ട്. That transformation is the work of the Spirit of God. അത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അടുത്തയാണ് വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അടിമത്വത്തിൽ നിന്നുള്ള വിടുതലാണ്. ചില സമയത്ത് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുയേശു മൂലം ലഭിച്ച സകല കാര്യങ്ങളെയും അതിൽ ഉൾപ്പെടും. Everything. It's like a partial of everything. യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനെന്ന് വെളിപ്പെടുത്തുമ്പോൾ നമ്മെ മരണത്തിൽ നിന്നും, പാതാളത്തിൽ നിന്നും, കുറ്റത്തിൽ നിന്നും, പിശാചിൽ നിന്നും ഒക്കെ രക്ഷിച്ചവനാണ് നമ്മുടെ രക്ഷകൻ. ഇനിയും അത്യന്തികമായ ഒരു രക്ഷ നമുക്ക് ശേഷിക്കുന്നുണ്ട്. ആ ദിവസം നമ്മുടെ രക്ഷയുടെ ആത്യന്തിക അനുഭവം നമ്മൾ പ്രാപിപ്പാനിടയായി. എഫേസ്യ ലേഖനം 1-14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മെ വീണ്ടുകൊള്ളാമെന്നുള്ളതിന്റെ ഉത്തരമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് തന്റെ പരിശുദ്ധാത്മാ. അതൊരു മുദ്രയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു മുദ്രയാണ് ദൈവത്തിൽ നിന്ന്. 4-ാമത്തെ അധ്യായം 30-ാം വാക്യം, എഫേസ്യ ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മുദ്രയിട്ടിരിക്കുകയാണ് നാം. പരിശുദ്ധാത്മാവാണ് ആ മുദ്ര. സോ വി ബിലോങ് ടു ഗോഡ്. പഴയ കാലത്ത് സിഗ്നറ്റ് മുദ്ര വെച്ച് കഴിഞ്ഞാൽ മുദ്ര വെക്കുന്ന വസ്തുവോ ആധാരമോ രേഖയോ അത് ഒഫീഷ്യലായി തീരും. അപ്പം നാം ദൈവത്തിനുള്ളവരാണ്. നമ്മുടെ വീണ്ടെടുപ്പ് കാലം ആസന്നമായി.
ആത്യന്തികമായ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു പൗലോസ് പറയും. യെസ്, ക്ലോസ് ടു ദ ഫൈനൽ ഡേ ഓഫ് our earthly life. നമ്മുടെ ലോകത്തിലെ വ്യവസ്ഥിതിക്ക് മാറ്റം വരുവാൻ പോകും. 31 വാക്യത്തിൽ വായിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. കൊരിന്ത്യയിലെ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയും അഹങ്കാരവും ഒക്കെ പരിധി വരേണ്ടതിന്, നാം അതിനൊക്കെ അവസാനം കുറിക്കേണ്ടതിനുള്ള ഒരു ഉപാധിയാണ് അവർ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. അവർക്കുള്ളതിനോ അവരുടെ പ്രാപ്തിക്കോ അവരുടെ കഴിവുകൾക്കോ അവരുടെ ജ്ഞാനത്തിനോ ഒന്നുമല്ല അവർ പ്രശംസിക്കേണ്ടത്. അവർ ദൈവത്തിൽ പ്രശംസിക്കണം. ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനേക്കാൾ സുപ്പീരിയർ ആണെന്ന ചിന്ത വേണ്ട. ഒരുവൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന ചിന്ത വേണ്ട. They are not superior to other portion. In the case of redemption, വീണ്ടെടുപ്പിന്റെ അർത്ഥത്തിൽ ദൈവ മക്കളെന്ന സ്ഥാനത്തിൽ ഒരുവൻ മറ്റൊരുവനേക്കാൾ വലിയവനല്ല. യവനനും യഹൂദനും ദരിദ്രനും ധനവാനും വിദ്യാസമ്പന്നനും വിദ്യാഹീനനും സ്ത്രീയും പുരുഷനും അടിമയും യജമാനനും ഒക്കെ ഒരുപോലെ ദൈവത്തിന്റെ പൈതങ്ങളാണ് ക്രിസ്തുവേശുള്ള വിശ്വാസം നിമിത്തം. അതുകൊണ്ട് യജമാനൻ ദാസനെയും വിദ്യാസമ്പന്നൻ വിദ്യാഹീനനെയും വേർതിരിച്ച് അവഹേളിക്കുവാൻ അർഹതയില്ല, അർഹടിപ്പാൻ കാരണമില്ല. ക്രിസ്തുവിലൊന്നാണ്. So they should boast in God. ദൈവത്തിൽ വേണം അവർ പ്രശംസിക്കേണ്ടതിന്. ഞാൻ ഈ വാക്കുകളെ വീണ്ടും 31 വാക്യം അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. അല്പമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിങ്ങൾ ജ്ഞാനികളാണ്, അറിവിൽ നിങ്ങൾ ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സാക്ഷാൽ ജീവനുള്ള ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെയും ദൈവമല്ലാത്തതിനെയും ഭജിച്ചുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് ലോകപ്രകാരമുള്ള പദവികളോ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. ദൈവം മുൻപാകെ നിങ്ങൾ നിൽക്കുന്ന ദിവസം, അന്ന് മാത്രമേ നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഉപയോഗശൂന്യത നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിപ്പാൻ ഇന്നാകുന്നു സുപ്രസാദ കാലം, ഇന്നാകുന്നു രക്ഷാദിവസമെന്ന് പൗലോസ് ഉദ്ബോധിപ്പിച്ചതുപോലെ ഞാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.